നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരാഴ്ചയായി നീണ്ടുനിന്ന PM ശ്രീ വിവാദം അങ്ങനെ ശ്രീയായി പര്യവസാനിച്ചിരിക്കുന്നു. എന്തായാലും മുന്നണിയിലെ തിരുത്തൽ ശക്തിയായി എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് CPI നിൽക്കുന്നത്. പക്ഷേ CPM-ന് പ്രത്യേകിച്ചും ഇടതുമുന്നണിക്ക് ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ നേരിട്ട ആ ക്ഷീണവും ചമ്മലുമൊക്കെ ഒരു ജനപ്രിയ ബജറ്റിനെ പോലും തോൽപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളുടെ മറികടക്കാനുള്ള മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ശ്രമങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അങ്ങനെ ഇടതുമുന്നണിയും മൊണ്ടാച്ച് ഒക്കെ ദുർബല ന്യൂനമർദ്ദ മേഖലകളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ആ വാഗ്ദാന പെരുമഴ, ഏതാണ്ട് 10,000 കോടി രൂപയോളം അധിക ചെലവ് പ്രതീക്ഷിക്കുന്ന വാഗ്ദാനങ്ങൾ ഇതിപ്പോൾ അടുത്ത മാസം മുതൽ നടപ്പിലാക്കണമെങ്കിൽ ഈ കഴിഞ്ഞ ബജറ്റ് പദ്ധതി വിഹിതത്തിലടക്കം എവിടെയൊക്കെ സർക്കാർ വെട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. PM ശ്രീ പദ്ധതി പുനഃപരിശോധനയ്ക്കായി രൂപീകരിച്ച ഉപസമിതിയുടെ തുടർ നടപടികൾ വൈകും. റിപ്പോർട്ട് ഉടൻ നൽകില്ലെന്ന് സൂചന. പിന്മാറ്റം കേരളത്തിന് എളുപ്പമാകില്ല. അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രം. സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. 100 കിലോ സംഭരിക്കുമ്പോൾ സപ്ലൈകോയ്ക്ക് നൽകേണ്ട അരിയുടെ അളവിൽ തർക്കം തുടരുന്നു. സംഭരണം ഇന്ന് തുടങ്ങില്ല. ആശാവർക്കർമാരുടെ സംഘടനയുടെ സംസ്ഥാന സമിതി യോഗം ഇന്ന്. സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ ഓണറേറിയം തുച്ഛമെന്നും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും ആശമാർ. താരിഫ് പ്രതിസന്ധിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന്. ഇരുവരും കാണുന്നത് 6 വർഷത്തിനു ശേഷം. വ്യാപാര കരാറിൽ അന്തിമ ധാരണയാകുമോ എന്ന ഉറ്റുനോക്കി ലോകം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. റാന്നി കോടതിയിൽ ഹാജരാക്കും. കട്ടിളപ്പാളികളിലെ സ്വർണ്ണ കവർച്ചയിൽ കൂടി അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകിയേക്കും. തീപിടുത്തമുണ്ടായ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വൈകുന്നു. ജീവന് ഭീഷണിയായി കെട്ടിട അവശിഷ്ടങ്ങൾ. കച്ചവടം കുറഞ്ഞതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായി കച്ചവടക്കാരും. വനിതാ ഏകദിന ലോകകപ്പ് സെമിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. മത്സരം വൈകിട്ട് 3 മണിക്ക്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക ഫൈനലിൽ. സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ വർധനവ് തുച്ഛമെന്ന് ആശാപ്രവർത്തകർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഓരോ ദിവസവും 33 രൂപയുടെ വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റാവശ്യങ്ങൾ കൂടി അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ആശാപ്രവർത്തകർ വ്യക്തമാക്കി. ഭാവി സമര പരിപാടികൾ ആലോചിക്കാൻ സമരസമിതിയുടെ യോഗം ഇന്ന് ചേരും. വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാഗ്ദാന പെരുമഴയിൽ ഏതാനും തുള്ളികൾ മാത്രമാണ് തങ്ങളുടെ മേൽ വീണതെന്നാണ് ആശാവർക്കർമാർ തുടരുന്നത്. സമരം ഇനിയും തുടരും. പ്രതിഷേധ പരിപാടികൾ എങ്ങനെയൊക്കെ? 263-ാം ദിവസത്തിൽ ഈ ആശാസമരം എത്തി നിൽക്കുമ്പോഴാണ് പ്രതിമാസം 1000 രൂപ ഒരു വർധനവ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അത് വളരെ തുച്ഛമായിട്ടുള്ള വേതന വർധനവാണ് എന്ന് തന്നെയാണ് ആശാപ്രവർത്തകർ പറയുന്നത്. കാരണം ദിവസം 33 രൂപ മാത്രമാണ് കൂടിയിട്ടുള്ളത്. അത് വളരെ തുച്ഛമാണ്. തങ്ങൾ ഇത്രയും കാലമായി ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരമിരിക്കുന്നു. അപ്പോഴാണ് ഈ സമരം 263 ദിവസം പിന്നിടുമ്പോൾ ഇത്തരത്തിൽ പ്രതിമാസം 1000 രൂപ മാത്രം വർദ്ധിപ്പിക്കുന്നതെന്ന് തന്നെയാണ് ആശാപ്രവർത്തകർ പറയുന്നത്. വിരമിക്കൽ ആനുകൂല്യമായ 5 ലക്ഷം രൂപ കൂടി പ്രഖ്യാപിക്കുന്നത് വരെ സമരം തുടരുമെന്ന് തന്നെയാണ് ആശാപ്രവർത്തകർ പറയുന്നത്. ഇന്ന് സമരസമിതി യോഗം ചേരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം. ആ യോഗത്തിലായിരിക്കും ഭാവി സമര പരിപാടികൾ എന്തെല്ലാമായിരിക്കും എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. സ്വപ്ന, സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ വർധനവ് തുച്ഛമെന്ന് ആശാപ്രവർത്തകർ പറയുകയാണ്. 33 രൂപയുടെ വർധനവ് മാത്രമാണ്
ഒരു ദിവസം കണക്ക് കൂട്ടുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മറ്റ് ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുന്നതുവരെ ഇതേ സമരം പ്രതിഷേധമൊക്കെ തുടരുമെന്ന് ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്നു. കൂടുതൽ സമരപരിപാടികളടക്കം ആലോചിക്കാൻ ഇന്ന് സമരസമിതിയുടെ യോഗം കൂടി ചേരുന്നുണ്ട്. ദീപികയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി നീട്ടി നൽകാനുള്ള അപേക്ഷ SIT കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാകാനുള്ള സാഹചര്യത്തിലാണ് കസ്റ്റഡി നീട്ടാനുള്ള അപേക്ഷ അന്വേഷണ സംഘം സമർപ്പിച്ചത്. നാളെയാണ് കേസിലെ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിൻ്റെ കസ്റ്റഡി അവസാനിക്കുന്നത്. എന്തായാലും ഇരു പ്രതികളെയും ഒന്നിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കവർച്ചാ കേസിൽ 2ാം പ്രതിയും കട്ടിളപ്പാളി കേസിൽ 6ാം പ്രതിയുമാണ് മുരാരി ബാബു. 2 കേസുകളിലും 1ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. തീപിടുത്തമുണ്ടായ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വൈകുകയാണ്. അടർന്നു നിൽക്കുന്ന ഇരുമ്പ് ഷീറ്റുകൾ ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നുമുണ്ട്. തീപിടുത്തത്തിന് ശേഷം കച്ചവടം കുറഞ്ഞതോടെ കോർപ്പറേഷന് എങ്ങനെ വാടക നൽകുമെന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. മെയ് 18 വൈകുന്നേരമാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടാകുന്നതും മുകൾ ഭാഗത്തെ മുഴുവൻ സ്ഥാപനങ്ങളും കത്തിയമരുന്നതും. തുടർന്ന് വ്യാപാരി വ്യവസായി സംഘടനകളുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് കെട്ടിടം നവീകരിക്കാമെന്ന ഉറപ്പിൽ വ്യാപാരികൾ വീണ്ടും സ്ഥലത്ത് കച്ചവടം ആരംഭിച്ചത്. എന്നാൽ മാസം 6 കഴിഞ്ഞിട്ടും കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിനിടെ കെട്ടിടത്തിന് ഇരുമ്പ് ഷീറ്റുകൾ അടർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റതോടെ ആളുകളും ആശങ്കയിലാണ്. അതേസമയം വരുമാനം കുത്തനെ കുറഞ്ഞതോടെ കോർപ്പറേഷന് എങ്ങനെ വാടക നൽകുമെന്ന ആശങ്കയിലാണ് കച്ചവടക്കാർ. ഇവിടെ അത് പൊളിഞ്ഞ് വീണ് ഓരോന്നും അത് നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടും നന്നാക്കി തന്നിട്ടില്ല. പിന്നെ ഭീമമായ വാടകയാണ്. 50,000 രൂപ ഒരു മാസം വരും. ഒന്നും ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. കുറേ കാലമായി കോവിഡിൻ്റെ ഒക്കെ കുറച്ച് തരാമെന്ന് പറഞ്ഞ് കുറച്ച് തന്നിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കച്ചവടവും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ പൈസ വാടകയൊക്കെ എങ്ങനെ കൊടുത്തു പോകുക? അത് കൊടുത്തില്ല. അതിൻ്റെ പലിശയും കൂട്ടുപലിശയും ഒക്കെ എടുക്കും. ഒന്നും തീരെ അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. വളരെ മോശമാണ് കച്ചവടം. ഇതോടെ കോർപ്പറേഷൻ മുൻകൈയെടുത്ത് കെട്ടിട മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നും കെട്ടിടം നവീകരിക്കണമെന്നുമുള്ള ആവശ്യങ്ങൾ ശക്തമാക്കുകയാണ് കച്ചവടക്കാർ. അമൃത ന്യൂസ്, കോഴിക്കോട്. ഉടമസ്ഥർ മേയാൻ വിട്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങൾ റോഡിൽ തമ്പടിച്ച് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു എന്നൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആനയിറങ്കലിലാണ് അഴിച്ചുവിട്ടിരിക്കുന്ന വളർത്തുമൃഗങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. വാഹനങ്ങൾ ഹോൺ മുഴക്കിയാൽ പോലും ഇവ മാറാതെ നിൽക്കുന്നതിനാൽ പലപ്പോഴും മേഖലയിൽ ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമാണ്. ദിവസേന 100 കണക്കിന് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും ബസും ചരക്കു വാഹനങ്ങളും അടക്കം കടന്നുപോകുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആനയിറങ്കലിന് സമീപമാണ് നിരവധി വളർത്തുമൃഗങ്ങളെ ഉടമകൾ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്. തീറ്റ തേടി അലഞ്ഞുതിരിക്കുന്ന ഇവ കൂട്ടത്തോടെ റോഡിൽ തമ്പടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. വാഹനങ്ങൾ ഹോൺ മുഴക്കിയാൽ പോലും റോഡിൽ നിന്ന് മാറില്ല. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഇരുചക്ര വാഹന യാത്രികരും കാൽനട യാത്രക്കാരുമാണ്. കൊടും വളവുകളുള്ള പ്രദേശത്ത് തമ്പടിക്കുന്ന ഇവയെ കാണാതെ എത്തുന്ന ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടാറുമുണ്ട്. നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും പ്രശ്നപരിഹാരമില്ലെന്ന് ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്നവർ പറയുന്നു. ഇതെന്നും കാലത്തും വൈകിട്ടും വണ്ടി വാഹനങ്ങൾക്ക് യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഈ മാട് റോഡിൽ നടക്കുന്ന ജഗം തീരെ മാറില്ല. പല പ്രാവശ്യം വണ്ടി ഇടിച്ച് വണ്ടിക്ക് അപകടം മാടും ചേർത്തിട്ടുണ്ട്. ഇത് പഞ്ചായത്തിൻ്റെ അധികാരികളോ എണ്ണത്തിൻ്റെ അധികാരികളോ ഇത് ഒരു കാരണവശാലും ഇത് ശ്രദ്ധിക്കുന്നുമില്ല, ഒന്നുമില്ല. അപകടം വന്നു കഴിയുമ്പോഴേ പോലീസുകാരും നാട്ടുകാരും എല്ലാവരും ഓടിക്കൂടുകയുള്ളൂ. എസ്റ്റേറ്റ് മേഖലയിലുള്ള തൊഴിലാളികളുടെ അടക്കം പശുക്കളെയാണ് ഇത്തരത്തിൽ മേയാൻ വിട്ടിരിക്കുന്നത്. കുത്തിറക്കവും കൊടും വളവുകളും നിറഞ്ഞ ദേശീയപാതയിൽ വലിയ അപകടത്തിന് വഴിയൊരുക്കുന്ന തരത്തിൽ വളർത്തുമൃഗങ്ങൾ തമ്പടിക്കുന്നത് തടയണമെന്നും ഉടമകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, ഇടുക്കി. ലോകം കാത്തിരിക്കുന്ന ട്രംപ് ഷീ ജിങ് പിങ് കൂടിക്കാഴ്ച ഇന്നാണ്. ഇരുവരും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ് നടക്കുന്നത്. ഇതിനായി ട്രംപ് ദക്ഷിണ കൊറിയയിലെത്തിയിട്ടുണ്ട്. അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങളെ സമ്മർദ്ദം കൊണ്ട് തടുക്കാനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾ നേരത്തെ തന്നെ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട്. മലേഷ്യയിൽ കഴിഞ്ഞ ദിവസം നടന്ന US ചൈന പ്രതിനിധികളുടെ പ്രാഥമിക ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന സൂചന നൽകിയിരുന്നു. ചൈന അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയുടെയും ഖനനത്തിൻ്റെയും ഭൂരിഭാഗവും ചൈനയിലാണ്. ഇതാണ് ചൈനയുടെ തുറുപ്പുചീട്ടും. ഇവയുടെ കയറ്റുമതി നിയന്ത്രിച്ചാൽ ചൈനയ്ക്ക് മേൽ 100 മുതൽ 155% വരെ നികുതി ചുമത്തുമെന്നും US സോഫ്റ്റ്വെയറുകൾ കിട്ടാക്കനിയാകുമെന്നുമാണ് US ഭീഷണി.
മലേഷ്യയിൽ നടന്ന ചർച്ചയിൽ കയറ്റുമതി നിയന്ത്രണം 1 വർഷത്തേക്ക് മരവിപ്പിക്കാമെന്ന് ചൈന തത്വത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഭിന്നതകൾക്ക് പരിഹാരം കാണാനാകുമെന്നും US ചൈന ട്രേഡ് ഡീൽ പ്രഖ്യാപിക്കാനാകും എന്നുമാണ് ട്രംപിന്റെ പ്രതീക്ഷ. കരീബിയൻ ദ്വീപുകളിൽ കനത്ത നാശം വിതച്ച് മെലിസ ചുഴലിക്കാറ്റ്. ജമൈക്കയിൽ 4 പേർ മരിച്ചു. മെലിസ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഹെയ്തിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 20 പേർ മരിച്ചിട്ടുണ്ട്. കാറ്റഗറി 5 കൊടുങ്കാറ്റായി ജമൈക്കയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ജമൈക്കയിൽ ജനജീവിതം സ്തംഭിപ്പിച്ചു. ബ്ലാക്ക് റിവർ പട്ടണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. ശക്തമായ വീണ്ടെടുക്കലിനായി എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസ് പറഞ്ഞു. ഇപ്പോൾ കാറ്റഗറി 1 ചുഴലിക്കാറ്റായ മെലിസ ബഹാമാസിൽ എത്തുമ്പോൾ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ബഹാമാസിൽ നിന്ന് ചുഴലിക്കാറ്റ് ബെർമുഡയിലേക്ക് നീങ്ങും. കോഴിക്കോട് ബീച്ചിൽ ഫുഡ് സ്ട്രീറ്റ് ആരംഭിച്ചതോടെ പഴകിയതും ദ്രവിച്ചു തുടങ്ങിയതുമായ ഉന്തുവണ്ടികൾ കോന്നാട് ബീച്ചിൽ സ്ഥാനം പിടിക്കുന്നു. 90 ഉന്തുവണ്ടികൾക്കാണ് ബീച്ചിൽ അനുമതിയുള്ളത്. അതേസമയം നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ രജിസ്റ്റർ ചെയ്യാത്ത ഉന്തുവണ്ടികൾ അനുവദിക്കേണ്ടെന്ന നിലപാടിലാണ് കോർപ്പറേഷൻ. കോഴിക്കോട് ബീച്ചിൽ ഫുഡ് സ്ട്രീറ്റ് ഉദ്ഘാടനം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ കോന്നാട് ബീച്ചിൽ പഴയ ഉന്തുവണ്ടികൾ കൂട്ടത്തോടെ എത്തിച്ചേർന്നു. ഫുഡ് സ്ട്രീറ്റിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഉന്തുവണ്ടികളാണ് കോന്നാട് ബീച്ചിലേക്ക് തള്ളിയത്. അതേസമയം കോന്നാട് ബീച്ചിന്റെ സൗന്ദര്യം നശിപ്പിക്കാൻ ഇതിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിഷേധവും ശക്തമായി. രാത്രികാലങ്ങളിൽ ഉന്തുവണ്ടികൾക്ക് മറവിൽ സാമൂഹിക വിരുദ്ധർ കോന്നാട് ബീച്ച് കൈയടക്കുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായതോടെ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഇന്നിപ്പം നാട്ടുകാരുടെ ശക്തമായ എതിർപ്പ് കാരണം അവിടുന്ന് വന്ന ഏകദേശം അതായത് കണ്ടം ചെയ്യാനായിരുന്നു അവരുടെ തീരുമാനം. കാരണം അവിടെ പുതിയ വണ്ടികൾ വന്നതിന് ശേഷം ആ വണ്ടികൾ പകുതിയിലേറെ ഇവിടെ എത്തിപ്പോയി. അപ്പോൾ ഈ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം കാരണം മൊത്തം വണ്ടികൾ ഇന്നിപ്പോൾ ഒരു 5 വണ്ടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ നമുക്ക് തന്ന നിർദ്ദേശം ബാക്കി ഒരു 2-3 ദിവസം കൊണ്ട് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് ലൈസൻസ് ഇല്ലാത്ത മുഴുവൻ വണ്ടികളും ഇവിടുന്ന് എടുത്തുകൊണ്ട് വന്നാൽ നമുക്കൊരു വിരോധമില്ല. കാരണം ഈ നാട്ടിലുള്ള അസുഖം ബാധിച്ചതോ സുഖമില്ലാത്തോ ഉപജീവന മാർഗ്ഗമുള്ളവർ ഇവിടെ കച്ചവടം ചെയ്തോട്ടെ, അത് ഈ നാട്ടിലുള്ളവരായിരിക്കണം. അല്ലാതെ അവിടെയും വണ്ടിയുണ്ട് ഇവിടെയും വണ്ടിയുണ്ടെന്നാണ് നാട്ടുകാരുടെ ശക്തമായ എതിർപ്പ്. അത് സ്വസ്ഥമായിട്ട് നമുക്ക് ഈ ഒരു അന്തരീക്ഷം കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഫുഡ് സ്ട്രീറ്റ് പരിസരത്ത് പഴയ ഉന്തുവണ്ടികൾ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കോർപ്പറേഷൻ. അതേസമയം ഒരേ ലൈസൻസിന്റെ മറവിൽ 2 വണ്ടികൾ ഇടാനുള്ള കച്ചവടക്കാരുടെ ശ്രമം തടയുമെന്ന നിലപാടിലാണ് നാട്ടുകാർ. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇടുക്കി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ ഭൂരിപക്ഷം കിട്ടിയത് UDF-നാണെങ്കിലും പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് LDF-നാണ്. പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്ത പഞ്ചായത്തിൽ UDF-ന് ആ വിഭാഗത്തിൽ നിന്ന് അംഗങ്ങളില്ലാതായതാണ് തിരിച്ചടിയായത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ വനിതാ അംഗം ഇടതുമുന്നണിക്കൊപ്പം ചേർന്ന് വൈസ് പ്രസിഡന്റാവുകയും ചെയ്തു. ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടുണ്ട് ഇടുക്കി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ. കഴിഞ്ഞ തവണ ആകെയുള്ള 18 സീറ്റിൽ UDF-ന് 9-ഉം LDF-ന് 8-ഉം സീറ്റുകൾ ലഭിച്ചു. ഒരു സീറ്റിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചു. ഭൂരിപക്ഷം ലഭിച്ചിട്ടും പ്രസിഡന്റ് സ്ഥാനം LDF-നെ തേടിയെത്തി. പ്രസിഡന്റ് സ്ഥാനം പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്ത പഞ്ചായത്തിൽ ഈ വിഭാഗത്തിലെ ഏക അംഗം ഇടതുമുന്നണിയുടെ ജെയിംസ് കെ ജേക്കബ് ആയിരുന്നു. അങ്ങനെ ഭൂരിപക്ഷമില്ലെങ്കിലും ഭരണം LDF-നായി. ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഓരോ വർഷവും 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പോഷകാഹാര വിതരണം, മറ്റ് അനുബന്ധമായിട്ടുള്ള നമ്മുടെ കെട്ടിടങ്ങൾ ഇല്ലാത്ത അംഗൻവാടികൾക്ക് പുതുതായിട്ട് 8 കെട്ടിടങ്ങളാണ് നമുക്ക് നിർമ്മിക്കാനായിട്ട് ഇടയായിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതി പോലും നടപ്പാക്കാനാകാത്ത ഭരണസമിതിയാണിതെന്ന് UDF ആരോപിക്കുന്നു. 2010-15 കാലഘട്ടത്തിൽ ചെയ്തതുപോലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 2020-25 വർഷത്തിൽ ചെയ്യാൻ പറ്റിയില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ ഒക്കെ ഒരു വീട് പോലും ഈ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കൊടുക്കുവാൻ സാധിച്ചില്ല. എന്നാൽ പാർട്ടി പിന്തുണ ഇല്ലാതിരുന്നിട്ടും പ്രസിഡന്റ് മികച്ച പ്രവർത്തനം നടത്തിയെന്നാണ് BJP-യുടെ വിലയിരുത്തൽ. മറ്റ് അംഗൻവാടികളുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അംഗൻവാടി ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ വികലാംഗരുടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു പോന്നിട്ടുണ്ട്.
കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇടത് വലത് നേതാക്കന്മാർ ഉൾപ്പെടെ 20-ലധികം അനർഹരായവർ ലൈഫ് ഭവന പദ്ധതിയുടെ പണം തട്ടിയെടുത്തു എന്ന ആരോപണം വലിയ വിവാദമായിരുന്നു. ഇത് വിജിലൻസ് അന്വേഷണത്തിൽ എത്തുകയും ചെയ്തു. മുൻകാലങ്ങളിൽ അനർഹരായ ഒത്തിരി ആളുകൾ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുകയും അർഹതയില്ലാതെ ഒരുപാട് വീട് കൊടുക്കുകയും ചെയ്തിട്ട് അടിസ്ഥാനത്തിലാണ് ഇത്തരം കൊടുക്കായിരുന്നത്. ലൈഫ് ഭവന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ കാലത്ത് ധാരാളം അഴിമതികൾ നടന്നിരുന്നു. ആ അഴിമതി നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 21 മുതൽ ഈ 25 വരെയുള്ള ജെയിംസ് കെ ജേക്കബിൻ്റെ ആ കാലാവധിയിൽ ലൈഫ് മിഷൻ്റെ ഒരു വീട് പോലും നിർധനരായ വീടില്ലാത്ത ആളുകൾക്ക് കൊടുക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അർഹത ഇല്ല എന്ന് കണ്ടെത്തിയ കുറച്ച് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പഞ്ചായത്തിന്. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയോട് ഉചിതമായിട്ട് നടപടി സ്വീകരിക്കണമെന്ന് വിജിലൻസ് നിർദ്ദേശിക്കുന്ന സാഹചര്യം വന്നു. അത് കൃത്യമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുക്കുകയും ഇത് കുറ്റം ചെയ്ത ആളുകൾക്കെതിരെയും റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത തവണ മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇടതു വലത് മുന്നണികൾ. BJPയും വലിയ ആത്മവിശ്വാസത്തിലാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ബീഹാറിൽ പ്രചാരണം ശക്തമാക്കി BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തുകയാണ്. മുസഫർപൂരിലെയും ഛപ്രയിലെയും റാലികളിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്കും പ്രധാനമന്ത്രി മറുപടി പറയും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് 4 റാലികളിൽ പങ്കെടുക്കും. NDAയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തുവിടും. സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിലെ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷം രാത്രി വൈകിയാണ് മില്ലുടമകൾ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചത്. 100 കിലോ സംഭരിക്കുമ്പോൾ സപ്ലൈകോയ്ക്ക് നൽകേണ്ട അരിയുടെ അളവിൽ തർക്കം തുടരുകയാണ്. സംഭരണം ഇന്ന് തുടങ്ങില്ല എന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവരുന്നത്. കിരൺ ചേരുന്നു വിവരങ്ങളുമായി. കിരൺ, തത്വത്തിൽ വെട്ടിലായത് കർഷകർ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ ഇന്നു മുതലൊക്കെ സംഭരണം തുടങ്ങിയേക്കും, അല്ലെങ്കിൽ നാളെ മുതലൊക്കെ സംഭരണം തുടങ്ങിയേക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഒന്നും നടന്നില്ല. സ്വപ്ന, ഈ നെല്ല് സംഭരണത്തിലെ സംഭരണ ആനുപാതികം തമ്മിലുള്ള തർക്കം തന്നെയാണ് ഇപ്പോൾ ഈ നെല്ല് സംഭരണം തുടങ്ങാനായിട്ട് വീണ്ടും വൈകാനായിട്ട് കാരണമായിരിക്കുന്നത്. 100 കിലോ സംഭരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആനുപാതികമായി 68 കിലോഗ്രാം നൽകണമെന്നായിരുന്നു വ്യവസ്ഥയുണ്ടായിരുന്നത്. എന്നാൽ ഇത് 64.5 കുറക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും മില്ലുടമകൾ ഇന്നലത്തെ ചർച്ചയിൽ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാനായിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഈ 68 പകരം 65 കിലോയിലേക്ക് എത്തിക്കാം, 66 കിലോയിലേക്ക് എത്തിക്കാം എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ മുഖ്യമന്ത്രി നൽകിയെങ്കിലും മില്ലുടമകൾ അത് കുറക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നത്. ഈ ഒരു തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ നെല്ല് സംഭരണം വൈകാനായിട്ടും ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ഇതുകൊണ്ടുകൂടി തന്നെ വലിയൊരു പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ നെല്ല് കർഷകരെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഈ സംഭരണം വൈകുന്ന ഒരു സാഹചര്യത്തിൽ നെല്ല് കർഷകർ ഇവരുടെ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള നെല്ല് അടക്കമുള്ള കാര്യങ്ങൾ ഇത് സംരക്ഷിച്ച് വെക്കുന്നതിനടക്കം വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. പ്രധാനമായിട്ടും ഇന്നലെ ഈ മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം മില്ലുടമകൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ ഉയർന്നിരിക്കുന്ന പ്രധാന ചില ആവശ്യങ്ങളിലൊന്ന് ഈ സംഭരണ അനുപാതികം കുറക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ്. ഒപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജിലടക്കം കേന്ദ്ര സർക്കാർ പണം നൽകുമെന്നുള്ള ഒരു കാര്യമായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കരാർ ഒപ്പുവെക്കുന്നതിന് മുൻപായി തന്നെ സംസ്ഥാനം ഈ കാര്യത്തിൽ ഒരു വ്യവസ്ഥ വരുത്തണം എന്നതടക്കമുള്ളൊരു ആവശ്യം മില്ലുടമകൾ കൊണ്ടുവരുന്നുണ്ട്. കൂടാതെ തന്നെ ഈ നെല്ല് സംഭരിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള ചണച്ചാക്കിൻ്റെ തുക, ഇതിൻ്റെ തുക അടക്കമുള്ള കാര്യങ്ങളിൽ കുറവ് വരുത്തണം. ഈ ചണച്ചാക്ക് സപ്ലൈകോ തന്നെ നൽകാനായിട്ട് തയ്യാറാകണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഏതായാലും മില്ലുടമകൾ ഇന്നലെ ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ചെയ്യാനായിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിരുന്നതാണ്. എന്നാൽ ഈ യോഗത്തിൽ മില്ലുടമകൾ പങ്കെടുക്കുന്നില്ല എന്ന് കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെയാണ് മില്ലുടമകളുമായിട്ട് ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്താൽ മതി എന്നറിയിച്ചുകൊണ്ട് ഇന്നലത്തേക്ക് യോഗം വീണ്ടും മാറ്റിവെക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നലെ ഈ യോഗത്തിന് ശേഷം വൈകിട്ടോടുകൂടിയാണ് മില്ലുടമകൾ വീണ്ടും യോഗം ചേരുകയും ഈ കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്നും അല്ലെങ്കിൽ നാളെയോ ഈ നെല്ല് സംഭരണം തുടങ്ങില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ മില്ലുടമകളുടെ യോഗത്തിന് ശേഷം ഇവർ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ വ്യക്തമാവുന്നത്. സ്വപ്ന.
തീർച്ചയായും കിരൺ, പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ ഈ സൂചിപ്പിച്ചതുപോലെ ഏത് വിധേനയും ഈ സംഭരിച്ചു വെച്ചിരിക്കുന്ന കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് സംഭരിക്കാനുള്ള അല്ലെങ്കിൽ സൂക്ഷിക്കാനുള്ള എന്തായാലും കർഷകരുടെ നീക്കം വലിയ തിരിച്ചടി തന്നെയാണ് ഈ തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരമരണം. തിരുവനന്തപുരം ചിറയൻകീഴ് അഴൂരിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീട്ടമ്മ മരിച്ചു. 77 വയസ്സുള്ള വസന്തയാണ് ഇന്നലെ വൈകിട്ടോടെ മരിച്ചത്. 1 മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 10 ദിവസം മുൻപാണ് രക്തപരിശോധനയിൽ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. രോഗബാധയുടെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല. വീട് വിട്ടു പുറത്തു പോകാത്ത ആളാണ് വസന്ത. വീടും പരിസരവും സമീപ പ്രദേശങ്ങളും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ക്ലോറിനേഷൻ നടത്തി. വീട്ടിലെ മറ്റുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണം ഇല്ല. PM-ശ്രീയിലെ തുടർ നടപടി നിർത്തിവെക്കാൻ കേരളം തീരുമാനിച്ചുവെങ്കിലും അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് കേന്ദ്രമാണ്. മന്ത്രിസഭാ ഉപസമിതിക്ക് കേന്ദ്ര പദ്ധതിയിന്മേൽ കൂടുതൽ പുനഃപരിശോധന വരുത്താൻ കഴിയില്ല എന്നതാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടിയും CPIയുടെ നിർദ്ദേശങ്ങൾക്ക് വരുതിക്കൊക്കെ CPM വന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ തീരുമാനിച്ചതുപോലെ ഈ ഉപസമിതി അടക്കം പുനഃപരിശോധിക്കുന്ന കാര്യത്തിലടക്കം അല്ലെങ്കിൽ ഇത് നിർത്തിവെക്കാൻ, തുടർ നടപടി നിർത്തിവെക്കുന്ന കാര്യം അത്ര എളുപ്പമാകില്ല. പ്രത്യേകിച്ച് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതിൽ ഒരു അന്തിമ വാക്കായി മാറുന്നത് ഒരുപക്ഷേ കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ തന്നെയായിരിക്കും. എങ്ങനെ ഇതിനെ ഒന്ന് പരിശോധിക്കാം? സ്വപ്ന, തീർച്ചയായും PM-ശ്രീ ഏറെ വിവാദങ്ങൾക്കുടക്കി ഒടുവിൽ PM-ശ്രീ മരവിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചുവെങ്കിൽ പോലും ആ ഒരു രാഷ്ട്രീയ നിലപാടാണ് സർക്കാർ എടുത്തത്. പക്ഷെ ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ്. കേന്ദ്രവും കേരളവും തമ്മിൽ ഒപ്പിട്ട ഒരു പദ്ധതി, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഒപ്പിടുന്ന പദ്ധതിയിൽ ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകണമെങ്കിലോ അല്ലെങ്കിൽ ആ പദ്ധതി ഇല്ലാതാകണമെങ്കിലോ അത് കേന്ദ്രമാണ് നിലപാടെടുക്കേണ്ടത്. ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനത്തിന് ഏകപക്ഷീയമായി അത് മരവിപ്പിക്കുക, അതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാവുകയില്ല. നിരവധി സങ്കീർണതകൾ ബാക്കി നിൽക്കുന്ന വിഷയമാണ് എന്നാണ് വിലയിരുത്തൽ. ഇനി കേന്ദ്രത്തിന് കേരളം ഇക്കാര്യം ആവശ്യപ്പെട്ട് ഒരു കത്തയക്കുക എന്നതാണ് കേരളം ഇനി ചെയ്യുന്നത്. അത് ചീഫ് സെക്രട്ടറി ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ചീഫ് സെക്രട്ടറി ഈ ഉപാധികൾ അംഗീകരിക്കാനാവുകയില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടി തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് കേരള ഭാഗത്തു നിന്ന് നൽകും. അൺഫിലിലേക്ക് തിരികെ വരാം. ശബ്ദം അത്ര ക്ലിയർ ആകുന്നില്ല. ലക്ഷ്മിയിലേക്ക് പോകാം. താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കാൻ അനുമതി നൽകാൻ സാധ്യത എന്ന റിപ്പോർട്ടാണ് ലക്ഷ്മി നൽകുന്നത്. ലക്ഷ്മി, ഇപ്പോൾ ഈ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റി ഇത് തുറക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ ഇരിക്കുന്നു. എന്തായാലും അത് തുറക്കുമെന്ന സൂചനകൾ തന്നെയാണോ പുറത്തു വരുന്നത്? അതേ സ്വപ്ന, ഇന്ന് തന്നെ ഈ ഒരു ഫ്രഷ് കട്ട് അറവ് മാലിന്യ കേന്ദ്രം തുറക്കാനുള്ള ഒരു തീരുമാനം ഇന്നുണ്ടായേക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. ഈ ഒരു യോഗത്തിൽ, അതായത് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. അതായത് കുറേ കാര്യങ്ങൾ, അതായത് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അടക്കം ഉയർന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കമ്പനി കത്തിക്കുന്ന തീരുമാനത്തിലേക്ക് അടക്കം ആളുകൾ കടന്നിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് പലരെയും, അതായത് ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ പരിശോധന നടത്തുന്ന ഒരു നടപടിയിലേക്ക് അടക്കം പോലീസ് കടന്നിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം ഇന്നലെ കഴിഞ്ഞ ദിവസം ചേർന്ന കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തിരുന്നു. ഏതായാലും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടക്കില്ല എന്നടക്കം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പ്രത്യേക ഒരു സമിതി രൂപീകരിക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്, ഇതിന്റെ ഒരു തുടർ ആയിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഇന്ന് യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു കൂടുതൽ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഈ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ ഈ ഒരു അറവ് മാലിന്യ കേന്ദ്രം തുറക്കാൻ കളക്ടർ അനുമതി നൽകുകയുള്ളൂ. ഇക്കാര്യത്തിലെല്ലാം ഇന്ന് തീരുമാനമാകുമെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ സർവകക്ഷി യോഗത്തിൽ ഈ ഉറപ്പ് നൽകിയത് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ കൂടുതൽ സമര നടപടികളിലേക്ക് നാട്ടുകാർ കടക്കും എന്നുള്ള വിവരവും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 13 പേരാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത ആളുകളുടെ മൊത്തം എണ്ണം 13 പേരായിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം വരുന്നതായിരിക്കും. സ്വപ്ന.
ലക്ഷ്മിയാണ് വിവരങ്ങളുമായി ചേർന്നത്. താമരശ്ശേരി ഫ്രഷ് കട്ട റോ മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കാൻ അനുമതി നൽകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് ചേരുന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റിയിൽ ഇത് തുറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ശുചിത്വ മിഷന്റെ ഒപ്പം മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും റിപ്പോർട്ട് ഫ്രഷ് കട്ടിന് അനുകൂലമെന്നാണ് സൂചന. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭാരതപ്പുഴ BM കായൽ സംയോജന പദ്ധതി നിർമ്മാണം തുടങ്ങി. 36 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി തൃശൂർ, മലപ്പുറം ജില്ലകളിലെ നിരവധി പഞ്ചായത്തുകളിലെ കുടിവെള്ള ക്ഷാമത്തിനും കാർഷിക മേഖലയുടെ കുതിച്ചുചാട്ടത്തിനും വഴിയൊരുക്കും. മലപ്പുറം, തൃശൂർ ജില്ലകളിലെ സുപ്രധാന കാർഷിക കേന്ദ്രമാണ് പൊന്നാനി കോൾ മേഖല. പൊന്നാനി, കുന്നംകുളം നഗരസഭകളിലും 13 പഞ്ചായത്തുകളിലുമായി 3500 ഹെക്ടറിലേറെ വ്യാപിച്ചു കിടക്കുന്ന കോൾ മേഖല പ്രദേശത്തെ കർഷകരുടെ ജീവനാഡിയാണ്. BM കായലിലും നൂറടിത്തോട് ഉൾപ്പെടെയുള്ള അനുബന്ധ തോടുകളിലും സംഭരിക്കുന്ന വെള്ളം ഉപയോഗപ്പെടുത്തിയാണ് കൃഷി നടക്കുന്നത്. മഴയുടെ ലഭ്യതക്കുറവ് പലപ്പോഴും കൃഷിക്ക് പ്രതിസന്ധിയാകും. ഇതിന് പരിഹാരമായാണ് ഭാരതപ്പുഴയെയും BM കായലിനെയും ബന്ധിപ്പിച്ച് നൂറടിത്തോടിലൂടെ വെള്ളം മേഖലയിൽ വ്യാപകമായി എത്തിക്കാനുള്ള ആശയം ഉടലെടുത്തത്. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ സംഭരണശേഷി നിലനിർത്തി ഭൂഗുരുത്വ ബലത്തെ ആശ്രയിച്ച് BM കായലിലേക്ക് കനാൽ വഴി വെള്ളം എത്തിക്കുന്നതാണ് പദ്ധതി. തവനൂരിലെ പഴയ കടവിൽ നിന്നും 1.25 മീറ്റർ വ്യാസമുള്ള പൈപ്പ് ഉപയോഗിച്ച് വെള്ളം കനാൽ വഴി BM കായലിലേക്കും മാണൂർ കായലിലേക്കും എത്തിക്കും. ഇതോടെ ജലക്ഷാമം രൂക്ഷമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കായലിലും അനുബന്ധ തോടുകളിലും വെള്ളം സംഭരിച്ചു നിർത്താനാകും. 35 കോടി 80 ലക്ഷം രൂപയുടെ നബാർഡ് സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. MLA P നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. 5000-ഓളം വരുന്ന ഹെക്ടർ കൃഷി സ്ഥലം, 3500-ഓളം വരുന്ന പുഞ്ചകൃഷിയും 1500-ഓളം വരുന്ന മറ്റ് ഇടകൃഷിയുമടക്കം 3500-ഓളം വരുന്ന ഈ പുഞ്ചകൃഷിക്ക് പുറമെ മറ്റ് കൃഷിയടക്കം 5000-ഓളം വരുന്ന ഹെക്ടർ കൃഷിക്ക് ഉപയുക്തമായിട്ടൊരു പദ്ധതിയാണിത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കാർഷിക മേഖലയിലും ടൂറിസം മേഖലയിലും വൻ കുതിച്ചുചാട്ടം ഉണ്ടാകും. ഒപ്പം മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമാകും. അമൃത ന്യൂസ്, മലപ്പുറം. തിരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം അവശേഷിക്കെ വയനാട് കൽപ്പറ്റ നഗരസഭയിൽ ഇന്ന് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കും. DCC അധ്യക്ഷനായതോടെ അഡ്വക്കേറ്റ് TJ ഐസക് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചിരുന്നു. കോൺഗ്രസിലെ തന്നെ P വിനോദ് കുമാർ നഗരസഭാ അധ്യക്ഷനാകാനാണ് സാധ്യത. കഴിഞ്ഞ 5 വർഷത്തിനിടെ 3ാമത്തെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിലെ KM തൊടി മുജീബായിരുന്നു ചെയർപേഴ്സൺ. UDF ധാരണ പ്രകാരം നിശ്ചയിച്ച കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജിവെച്ചു. തുടർന്നാണ് നീണ്ട തർക്കത്തിനൊടുവിൽ കോൺഗ്രസിലെ അഡ്വക്കേറ്റ് TJ ഐസക് ചെയർപേഴ്സണായത്. അവസാന 6 മാസം കോൺഗ്രസിലെ തന്നെ വിനോദ് കുമാറിന് അധ്യക്ഷസ്ഥാനം കൈമാറണമെന്ന ധാരണപ്രകാരമായിരുന്നു ഐസക്കിനെ അധ്യക്ഷസ്ഥാനം ലഭിച്ചത്. എന്നാൽ DCC പ്രസിഡന്റായ ഘട്ടത്തിൽ മാത്രമാണ് ഒരാഴ്ച മുമ്പ് ചെയർപേഴ്സൺ സ്ഥാനം ഐസക് രാജിവെച്ചത്. തുടർന്ന് വൈസ് ചെയർപേഴ്സൺ സരോജിനി ഓടമ്പത്തിനായിരുന്നു ചുമതല. UDF സ്ഥാനാർത്ഥിയായി P വിനോദ് കുമാറിനെ തീരുമാനിച്ചപ്പോൾ LDF വിട്ടുനിൽക്കാനാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരാനിരിക്കെ ചുരുങ്ങിയ കാലാവധി മാത്രമായിരിക്കും പുതിയ ചെയർപേഴ്സണ് ഉണ്ടാകുക. അമൃത ന്യൂസ്, വയനാട്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് എങ്ങനെയാകും ഇന്ന് വിപണിയിലെ നീക്കങ്ങൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ നടക്കമുള്ള സൂചനകൾ എങ്ങനെയാണ്? ഇന്നും നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി വിപണിയിൽ വലിയ തോതിലുള്ള ചാഞ്ചാട്ടം പ്രകടമായിരുന്നു. വരും ദിവസങ്ങളിലും അത് തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. ഇന്നലെ US-ൽ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. 0.5% പലിശ നിരക്ക് കുറയ്ക്കാനാണ് തീരുമാനിച്ചത്. കഴിഞ്ഞ മാസവും അവിടെ പലിശ നിരക്ക് കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഇതിൻ്റെ ഒരു അനുകൂല പ്രതികരണം വിപണിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എല്ലാ ഘടകങ്ങളും അനുകൂലം തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിക്ക് സമ്മർദ്ദമാക്കിയിരുന്ന US-ഇന്ത്യ വ്യാപാര കരാർ ഉടൻ നിലവിൽ വന്നേക്കുമെന്നുള്ള സൂചന നൽകിയതും ഒപ്പം തന്നെ US-ചൈന വ്യാപാര കരാറും നിലവിൽ വന്നേക്കുമെന്നുള്ള സൂചന നൽകിയതുമെല്ലാം ആഗോളതലത്തിലും ആഭ്യന്തര തലത്തിലും വിപണികൾക്ക് പ്രോത്സാഹനം തന്നെയാണ്. ഇനി വിപണിയെ പ്രോത്സാഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളോടൊപ്പം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപത്തേക്ക് തിരിയുമെന്ന് തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കൂടി കഴിഞ്ഞ ദിവസം വീണ്ടും അവർ
അറ്റ വിൽപ്പനയിലേക്ക് നീങ്ങി. വരും ദിവസങ്ങളിൽ അവരുടെ നിലപാടുകളും വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സാങ്കേതികമായി മുൻനിര സൂചികയായ നിഫ്റ്റിയുടെ 26,100 എന്നുള്ള നിലവാരമാണ് പ്രധാനം. 26,000-ന് മുകളിൽ കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുമെന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലവാരം പ്രധാനവുമാണ്. 26,000-ന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും നേട്ടത്തിലായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. ദിലീപാണ് വിപണി വിലയിരുത്തലുമായി ചേർന്നത്. ബിവറേജസ് കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് നൽകി വരുന്ന അഡീഷണൽ അലവൻസ് വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ബെവ്കോ ജീവനക്കാർ പണിമുടക്ക് നടത്തി. INTUC, AETUC എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. അഡീഷണൽ അലവൻസ് 600 രൂപയായി ഉയർത്തുക, കാലിയായ മദ്യക്കുപ്പികൾ ജീവനക്കാരെ കൊണ്ട് തിരിച്ചെടുപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, പൊതു അവധികൾ പോലും ബാധകമാകാതെ 11 മണിക്കൂറിലധികം പണിയെടുക്കുന്ന ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഇടുക്കി മൂന്നാറിൽ തേയിലത്തോട്ടം തൊഴിലാളികൾക്കായി കൊളുന്തെടുക്കൽ മത്സരം സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന വിഷൻ 2031-ന്റെ ഭാഗമായിട്ടാണ് വിവിധ എസ്റ്റേറ്റുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 26 തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് മത്സരം നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ വിഷൻ 2031-ന്റെ ഭാഗമായാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്കായി കൊളുന്തെടുക്കൽ മത്സരം നടത്തിയത്. മാട്ടുപ്പെട്ടി ഫോട്ടോ പോയിന്റിലായിരുന്നു മത്സരം. KDHP കമ്പനിക്ക് കീഴിലുള്ള വിവിധ എസ്റ്റേറ്റുകളും ടാറ്റ ടി എസ്റ്റേറ്റുകളായ പള്ളിവാസൽ പെരിയകനാൽ, HML എസ്റ്റേറ്റുകളായ ലാക്കാട്, പന്നിയാർ, സൂര്യനെല്ലി, തലയാർ തുടങ്ങി 13 എസ്റ്റേറ്റുകളിൽ നിന്നുമായി 26 തൊഴിലാളികളാണ് പങ്കെടുത്തത്. ഒന്നാം സമ്മാനമായ 7,000 രൂപ ചെണ്ടുവരൈ എസ്റ്റേറ്റിലെ ബാലമുരുകൻ നേടി. കൂടാതെ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി. ടീ ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ പ്ലക്കിങ്ങിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നു. ഈ പരിപാടിയിൽ ഏകദേശം 26 തൊഴിലാളികൾ പങ്കെടുത്തിരുന്നു. വാശിയേറിയ മത്സരമാണ് നടന്നത്. ഈ മത്സരത്തിൽ പങ്കെടുത്ത തൊഴിലാളികൾക്ക് ഒരാൾക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്ന ആൾക്ക് 7,000 രൂപയും സെക്കൻഡ് പ്രൈസ് 5,000, തേർഡ് പ്രൈസ് 3,000 നൽകുന്നുണ്ട്. കൂടാതെ പങ്കെടുത്ത തൊഴിലാളികൾക്ക് 1,000 രൂപ വീതം പ്രോത്സാഹന സമ്മാനം നൽകുന്നു. തോട്ടം തൊഴിലാളികൾക്കും മത്സരം ആവേശമായി. சந்தோஷமா இருக்கு எங்களுக்கு. இதுமாதிரி போட்டி எங்கேயும் நடந்ததில்லை. இப்பதான் 10 மாதம் நடக்குது. ரொம்ப ஹாப்பியா இருக்கும் நாங்க. എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാശിയേറിയ കൊളുന്തെടുക്കൽ മത്സരം വിനോദസഞ്ചാരികൾക്കും കാഴ്ചയുടെ വേറിട്ട അനുഭവമായി. അമൃത ന്യൂസ്, ഇടുക്കി. ഏറ്റവും ദാരുണമായൊരു വാർത്ത ഇന്ന് രാവിലെ പുറത്തു വന്നു. തിരുവനന്തപുരം നേമത്ത് അമ്മയെ മകൻ കഴുത്തറുത്ത് കൊന്നു. മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ മകൻ അജയ്കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കല്ലിയൂർ സ്വദേശി വിജയകുമാരിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11:30-യോടെയാണ് സംഭവം. മദ്യപാനം ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ദേവിക ചേരുന്നു വിവരങ്ങളുമായി. ദേവിക, എന്താണ് സംഭവിച്ചത്? സ്വപ്ന, ഞാനിപ്പോൾ ഉള്ളത് ഈ കല്ലിയൂരുള്ള ഈ ഒരു കൊലപാതകം നടന്ന വീടിന് മുൻപിലായിട്ടാണ്. ഈ വീട്ടിലാണ് ഈ 74 വയസ്സ് പ്രായമുള്ള സ്വന്തം അമ്മയെ മകൻ അജയ്കുമാർ കഴിഞ്ഞ ദിവസം രാത്രിയോടെ കഴുത്തറത്ത് കൊല്ലുന്നത്. മദ്യപാനം ചോദ്യം ചെയ്തതിലുള്ള ദേഷ്യമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വീടിന് കിണറിന് സമീപമായിട്ടാണ് ഈ ഒരു വിജയകുമാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. CCTV ദൃശ്യങ്ങളിലൂടെ മറ്റൊരു മകൻ കണ്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ അയൽവാസി കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എത്ര മണിക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്? 11 മണിക്ക്. എങ്ങനെയാണ് ഈ ഒരു മരണ വിവരം പുറത്തറിഞ്ഞ മറ്റേ ഇളയ മോന്റെ ഫോണിലെ ക്യാമറയുണ്ട്, അതുവഴിയാണ് വെളിയിൽ അറിഞ്ഞത്. ഇളയ മോന് മറ്റേ നേവിയിൽ ജോലിയുണ്ട്. മോനാണ് വിളിച്ച് ഇവിടെ അയൽവാസിയുടെ അടുത്ത് പറഞ്ഞത്. ഈ മൃതദേഹം കത്തിക്കാനുള്ളൊരു ശ്രമം നടന്നു എന്ന് പറഞ്ഞു. അത് തന്നെ, അത് ഈ വെട്ടിക്കൊന്നിട്ടിട്ട് മദ്യം ഒഴിച്ച് പുറത്തൂടെ ഒഴിച്ചിട്ട് കത്തിക്കാൻ. അപ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞ് കയറിച്ചാടി, മതിൽ കയറിച്ചാടി. പെട്ടെന്നൊന്നും കയറിച്ചാടാൻ നോക്കൂല, ഇത് നല്ല പൊക്കമാണ്. അങ്ങനെ കയറിച്ചാടിയാണ് അവര് പിടിച്ച് കീഴടക്കിയാണ്. ഈ വീട്ടിൽ ഈ വിജയകുമാരി മകനെ മാത്രമേ മരുമോള് ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ ഇല്ല. ഇവിടെ ഈ അജയകുമാറും ഈ വിജയകുമാരിയും മാത്രമാണ് താമസമുണ്ടായിരുന്നത്. ചില കുടുംബ പ്രശ്നങ്ങൾ കാരണം വീട്ടുകാരിൽ നിന്നും അകന്ന് താമസിക്കുകയായിരുന്നു ഈ അജയകുമാർ. എന്നും സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇയാൾ. അതിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരു ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം പോലീസ് ഇവിടെ എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. സ്വപ്ന. മദ്യലഹരിയിൽ വീണ്ടും ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുകയാണ്.
മറ്റൊരു റിപ്പോർട്ടിലേക്ക് 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നാളെയാണ്. മികച്ച നടനായി മമ്മൂട്ടിയും ആസിഫ് അലിയും തമ്മിൽ നടക്കുന്നത് കടുത്ത മത്സരമാണ്. 128 സിനിമകളാണ് അവാർഡിനായി ജൂറിക്ക് മുന്നിലെത്തിയത്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. പ്രാഥമിക ജൂറി കണ്ട ശേഷം തെരഞ്ഞെടുത്ത 36 ചിത്രങ്ങളാണ് നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയുടെ പരിഗണനയിലുള്ളത്. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയായി അഭ്രപാളിയിൽ മറ്റൊരു വിസ്മയം തീർത്ത മമ്മൂട്ടി മികച്ച നടനുള്ള അവസാന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് യുവതാരം ആസിഫ് അലിയാണ്. ലെവൽ ക്രോസ്, കിഷ്കിന്ധാകാന്ഡം, രേഖാചിത്രം തുടങ്ങിയ സിനിമകളിലെ മികച്ച പ്രകടനമാണ് ആസിഫിനെ അവസാന റൗണ്ടിലെത്തിച്ചത്. വിജയരാഘവനും ടൊവിനോ തോമസും ഫഹദ് ഫാസിലും മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും അവസാന റൗണ്ടിൽ മമ്മൂട്ടിയും ആസിഫ് അലിയും മാത്രമേ ഉള്ളൂവെന്നാണ് സൂചന. കരിയറിലെ 7ാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനായി മമ്മൂട്ടിയും തന്റെ ആദ്യ സംസ്ഥാന പുരസ്കാരത്തിനായി ആസിഫ് അലിയും ഏറ്റുമുട്ടുകയാണ്. മികച്ച നടിക്കായും കടുത്ത മത്സരമാണെന്നാണ് വിവരം. കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കനി കുസൃതിയും ദിവ്യപ്രഭയും അന്തിമ റൗണ്ടിലുണ്ട്. ബൊഗൈൻവില്ലയിലൂടെ ജ്യോതിർമയി, ARMലൂടെ സുരഭി ലക്ഷ്മി എന്നിവരും മികച്ച നടിക്കായി മത്സരിക്കുന്നുവെന്നാണ് വിവരം. ദേശീയ അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ ശ്രദ്ധേയമായ ഫെമിനിച്ചി ഫാത്തിമ, ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്നിവ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും തിളങ്ങുമെന്നാണ് സൂചന. ഇതുകൂടാതെ ഭ്രമയുഗം, വിക്ടോറിയ, ആ തുടങ്ങിയ ചിത്രങ്ങളും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരത്തിനായി മത്സരിക്കുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ്, ARM, പ്രേമലു, സൂക്ഷ്മദർശിനി, ഭ്രമയുഗം, കിഷ്കിന്ധാകാന്ഡം എന്നിവയാണ് ജനപ്രിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഉള്ളത്. ബറോസിലൂടെ മോഹൻലാലിന് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കാനുള്ള സാധ്യതയും കൽപ്പിക്കുന്നുണ്ട്. പ്രകാശ് രാജിന് പുറമെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, പിന്നണി ഗായിക ഗായത്രി അശോകൻ, എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് ചിക്കാനം, സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ നിതിൻ ലൂക്കോസ് എന്നിവരാണ് മറ്റ് ജൂറി അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്, അമൃത TV. അനശ്വര സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററിന്റെ ഓർമ്മയ്ക്കായി ജന്മനാടായ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ നിർമ്മിച്ച രാഗസരോവരം സ്മാരകം കാട് പിടിച്ച് നശിക്കുന്നു. 90 ലക്ഷം രൂപ ചെലവഴിച്ച് ആദ്യഘട്ടം പൂർത്തീകരിച്ചുവെങ്കിലും പിന്നീട് നിർമ്മാണ ജോലികളൊന്നും നടന്നില്ല. സാംസ്കാരിക വകുപ്പ് മുൻകൈയെടുത്ത് ആരംഭിച്ച ഈ സ്മാരകം പദ്ധതി നിർവഹണത്തിലെ വീഴ്ചയുടെ സ്മാരകമായി മാറിയിരിക്കുന്നു. സ്വന്തം പേരിനൊപ്പം ജനിച്ച നാടിനെ ചേർത്തു നിർത്തിയ സംഗീത സംവിധായകൻ കുളത്തൂപ്പുഴ രവി എന്ന രവീന്ദ്രൻ മാസ്റ്റർ. മലയാള സംഗീതത്തിന്റെ നെറുകയിൽ സുവർണ സംഗീത ലിപികളിൽ എഴുതി ചേർത്ത ആ പേര് എന്നും മായാതെ നിൽക്കും. പക്ഷേ ജനിച്ച നാട്ടിൽ ആ പേരിൽ ചേർത്തുവച്ച സ്മാരകം മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. രവീന്ദ്രൻ മാസ്റ്റർക്ക് പിറന്ന നാടിന്റെ ആദരമായിരുന്നു രാഗസരോവരം എന്ന സ്മാരകം. ONV കുറുപ്പാണ് രാഗസരോവരം എന്ന സ്മാരകത്തിന് പേരിട്ടത്. പീഠത്തിനു മുകളിൽ തുറന്നുവച്ച പുസ്തകത്തിൽ ചെല്ലോ എന്ന വാദ്യോപകരണം ചാരിവെച്ച മാതൃകയിലുള്ള സ്മാരകത്തിന്റെ രൂപകൽപ്പന ശില്പിയും സംവിധായകനുമായ രാജീവ് അഞ്ചലിൻ്റേതായിരുന്നു. 2009 ഡോക്ടർ KJ യേശുദാസ് ഉദ്ഘാടനം ചെയ്തു ശിലയിട്ട രാഗസരോവരം 14 വർഷമെടുത്ത് 2023 ഇന്നിപ്പോൾ കാണുന്ന ഈ നിലയിലെങ്കിലും എത്തിയത്. 90 ലക്ഷം രൂപയാണ് സ്മാരകത്തിന്റെ 1ാം ഘട്ടത്തിനായി ചിലവഴിച്ചത്. അഴിമതി ആരോപണവും വിജിലൻസ് അന്വേഷണവും ഒക്കെ നേരിട്ട് ഒട്ടേറെ വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിലായിരുന്നു ഉദ്ഘാടനം. പക്ഷേ ഇങ്ങനെ ഇടാനായിരുന്നു എങ്കിൽ ഇതെന്തിന് എന്നാണ് ഇപ്പോൾ പൊതുജനം ചോദിക്കുന്നത്. ഇവിടെ ഒരു നല്ല ഹോസ്പിറ്റലില്ല. അപ്പോൾ ഇവിടെ നല്ല ഹോസ്പിറ്റൽ സ്ഥാപിച്ച് അത് ഈ രവീന്ദ്രൻ മാഷിൻ്റെ പേരിൽ നടത്തിയിരുന്നെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചാണ്. പക്ഷേ ഇത് രാഗസരോവരം എന്ന പേരിട്ട് ഇങ്ങനെ നിർത്തിയേക്കുന്നല്ലാതെ ഇത് ഈ നൂറ്റാണ്ടിൽ പോലും ഇവന്മാരിത് ഓപ്പൺ ചെയ്യും. സംഗീതമോ അല്ലെ കലാപരമായ ഏതെങ്കിലും കഴിവുള്ള കുട്ടികൾക്കോ ഇത് ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുളത്തൂപ്പുഴയിൽ രവീന്ദ്രൻ സ്മാരകം ലോകോത്തരമായി ഉയർത്തുന്നതിന് സർക്കാർ സഹായം നൽകുമെന്ന് 2 വർഷം മുൻപ് ഇതിന്റെ ഉദ്ഘാടന വേളയിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ പിന്നീട് മന്ത്രി ഉൾപ്പെടെ പലരും അത് മറന്നു. 2ാം ഘട്ടമായി സ്മാരകത്തിനുള്ളിൽ സംഗീത സ്കൂളും രവീന്ദ്ര സംഗീതം ആസ്വദിക്കാനും ശേഖരിക്കുന്നതിനുമുള്ള ഡിജിറ്റൽ സംവിധാനവും ഒരുക്കുമെന്നും സംഗീത ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുമെന്നും പറയുന്നുണ്ട്. 2ാം ഘട്ടത്തിൽ ഞങ്ങൾ തുക വകയിരുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അനുമതിക്കായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് കിട്ടുന്ന മുറയ്ക്ക് 2ാം ഘട്ടവും പണി പൂർത്തീകരിച്ച് അത് തുറന്നു കൊടുക്കുന്ന ഒരു നിലവാരത്തിൽ തന്നെയാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഭരണമാറ്റം വന്നതോടെയാണ് സ്മാരകത്തെ ചൊല്ലി അഴിമതി ആരോപണവും വിജിലൻസ് അന്വേഷണവും ഒക്കെ ഉണ്ടായത്. വീണ്ടും കുളത്തൂപ്പുഴ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുമ്പോൾ രാഗസരോവരവും വോട്ടു രാഷ്ട്രീയത്തിൽ ഇടം പിടിക്കും. പക്ഷേ അപ്പോഴും മലയാള സിനിമയിലെ എക്കാലത്തെയും മഹാനായ സംഗീതജ്ഞനായിരുന്ന രവീന്ദ്രൻ മാസ്റ്ററെ ഓർക്കാൻ ഈ സ്മാരകത്തെക്കാളൊക്കെ എത്രയോ മുകളിലാണ് ആ മാസ്മരിക സംഗീതത്തിലൂടെയുള്ള ഗാനങ്ങൾ എന്നോർത്തു പോവുകയാണ്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം
സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. നോ പറയേണ്ടിടത്ത് നോ പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നമ്മളിൽ പലർക്കും നോ പറയാൻ മടിയാണ്. വേണ്ടിടത്ത് നോ പറയാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെന്റിലൂടെ പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും ഒക്കെയായ ശ്രീദത്ത് എസ് പിള്ള സംസാരിക്കുന്നു. പലപ്പോഴും ഞാൻ കേൾക്കുന്നൊരു കാര്യമാണ്, എന്നെക്കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ചിലർ പറയും അവനെക്കൊണ്ട് പറ്റില്ല. എന്താണ്? നോ പറയാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് കേൾക്കുന്ന പലർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവും അല്ലേ? ഒരു വലിയ പരിധി വരെ എനിക്കും ആ ഇഷ്യൂ ഉണ്ട്. പക്ഷേ അത് കുറയ്ക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദി ആർട്ട് ഓഫ് സേയിങ് നോ. കാരണം പലപ്പോഴും നമുക്ക് നോ പറഞ്ഞത് നമുക്ക് ഒരു വലിയ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് നമ്മൾ പിന്നീട് നമ്മൾ നോ പറയാനായിട്ട് മടിക്കുന്നത് അല്ലേ? നമ്മൾ നോ പറയേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ചില ആഹാര സാധനങ്ങളോട് നോ പറയേണ്ടി വരും. ചില പ്രത്യേക സാഹചര്യങ്ങളോടും എൻവയൺമെൻറ്റിനോടും നോ പറയേണ്ടി വരും. ചില കാര്യങ്ങൾ എല്ലാവർക്കും ചേരുമായിരിക്കും, നമുക്ക് ചേരില്ല, നമ്മൾ നോ പറയേണ്ടി വരും. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ വരുന്ന കാര്യം, മനുഷ്യരോട് നോ പറയുക എന്നുള്ളത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പോൾ ഒരാളുടെ കൂടെ സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യണം, നമ്മൾ നോ പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ ഒരു ബന്ധം നമ്മൾ അവരുമായിട്ടുള്ള കണക്റ്റ് നമുക്ക് നഷ്ടപ്പെടുമോ, അവർ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു പേടിയാണ് ഇത് ബേസിക് റീസൺ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന്. പക്ഷേ ഈ നോ പറഞ്ഞാൽ നഷ്ടപ്പെടുന്ന ബന്ധങ്ങൾ എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, പലർക്കും നമ്മൾ നോ പറയുന്ന ഒരു റീസൺ, അല്ലെങ്കിൽ നോ പറയുന്നതിനുള്ളൊരു റീസൺ എന്താണ്, കാരണം എന്താണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. ഒരു പക്ഷേ ആ നോ പറയുന്നത് റീസൺ എന്താണെന്നുള്ളത് അവർ കൺവിൻസ്ഡ് ആകാനും ചിലപ്പോൾ സാധ്യത കുറവാണ്. അപ്പോൾ എങ്ങനെ നോ പറയാം? ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ദി ആർട്ട് ഓഫ് സേയിങ് നോ. നോ പറയുക എന്നതൊരു കലയാണ്. നോ പറഞ്ഞതിന് ശേഷവും ഒരാൾ നമ്മളുടെ ജീവിതത്തിൽ നിന്നും വിട്ടു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നോ പറയണം എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ രണ്ട് രീതിയിലെടുക്കാം. എന്നോടിപ്പോൾ ആരും ചോദിക്കുകയാണ്, ശ്രീ ഇന്ന് വൈകുന്നേരം എൻ്റെ കൂടെ ഒരു ഷോപ്പിങ്ങിന് അല്ലേ അവിടെ വരാൻ പറ്റുമോ? ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇന്ന് എനിക്കൊരു ക്ലയൻറ്റ് കോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് ഈ സമയത്ത്. പിന്നെ നോ പറയേണ്ട കാര്യമില്ല അല്ലേ? കാരണം ഒരു ക്ലയൻറ്റ് കോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയുടെ ഭാഗമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ്. അല്ല, എനിക്കൊരു ഷൂട്ടുണ്ട്, എൻ്റെ ജോലിയുടെ ഭാഗമാണ്, അതുകൊണ്ട് നോ പറയും. എനിക്ക് കേൾക്കുന്ന ആൾക്കറിയാം. പക്ഷേ അതില്ലാതെ ഞാൻ പറയുകയാണ് പറ്റില്ല എന്ന് മാത്രം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പറ്റില്ല എന്ന് പറഞ്ഞത് എന്ന് മറ്റൊരാൾക്ക് ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം എന്ത് വേണമെങ്കിലും ചിന്തിക്കുക അതിനെപ്പറ്റി. ജാടയാണ്, അല്ലെങ്കിൽ അഹങ്കാരിയാണ്, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച അടുപ്പം അദ്ദേഹത്തിന് എന്നോടില്ല, എന്ത് വേണമെങ്കിലും ആൾക്കാർക്ക് പെർസീവ് ചെയ്യാം അല്ലേ? സോ ഓൾവേസ് ഗിവ് ദ റീസൺ ഫസ്റ്റ്. ആദ്യം റീസൺ കൊടുക്കുക, പിന്നെ നോ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ റീസൺ പറഞ്ഞിട്ടും, ജെനുവിനായിട്ട് റീസൺ പറഞ്ഞിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അല്ലെ നിങ്ങൾ നോ പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ നോ പറയുന്നത്, അത് കേട്ടിട്ട് മനസ്സിലാകാത്ത ഒരാളാണെങ്കിൽ പോകാൻ പറ. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ വേണ്ട. എന്തു പറയുന്നു? എത്ര വ്യത്യസ്തങ്ങളായ ഉത്സവങ്ങളാണ് ഈ ലോകത്ത്. നേപ്പാളിലെ വിചിത്രമായ ഒരു ഉത്സവം കുക്കൂർ തിഹാർ എന്താണെന്നറിയാം. മനുഷ്യരല്ല, നായകളാണ് കുക്കൂർ തിഹാർ ആഘോഷത്തിലെ നായകന്മാർ. കുക്കൂർ എന്നാൽ നേപ്പാളി ഭാഷയിൽ നായ എന്നർത്ഥം. നമ്മുടെ ദീപാവലിക്ക് സമാനമായ ഉത്സവമാണ് തിഹാർ. 5 ദിവസമാണ് ആഘോഷം. 2-ാം ദിവസമാണ് നായകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. 3-ാം ദിവസം പശുക്കളെയും 4-ാം ദിവസം കാളകളെയും ആദരിക്കുന്നു. മരണദേവനായ യമരാജന്റെ സന്ദേശവാഹകരായിട്ടാണ് നായ്ക്കളെ ഹിന്ദുക്കൾ കാണുന്നത്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരന്റെ അവസാന യാത്രയിൽ കൂടെയുണ്ടായിരുന്നത് 4 കാലുള്ള ആ സുഹൃത്തായിരുന്നു. ശിവന്റെ അവതാരമായ ഭൈരവന്റെ വിശ്വസ്ത വാഹനം നായയാണ്. ഋഗ്വേദത്തിൽ മോഷ്ടിച്ച കന്നുകാലികളെ വീണ്ടെടുക്കുന്നതിൽ ഇന്ദ്രനെ സഹായിച്ചതും നായ്ക്കളാണ്. കഥകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിശ്വസ്തതയുടെയും സംരക്ഷണത്തിന്റെയും പ്രതീകങ്ങളായ നായകളെ ആദരിക്കുകയാണ് ചടങ്ങിന്റെ ലക്ഷ്യം.
ആഘോഷങ്ങളുടെ ഭാഗമായി വീടുകളും തെരുവുകളുമെല്ലാം അലങ്കരിക്കും. ആളുകൾ നായ്ക്കളെ പൂമാലകൾ അണിയിക്കും. അരിപ്പൊടി, തൈര്, കുങ്കുമം ഇവ കലർത്തി നായകളുടെ നെറ്റിയിൽ ചാർത്തും. നായകൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടാകും. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായകൾക്കും അന്നേ ദിവസം കുശാലാണ്. ഔദ്യോഗിക തലത്തിലും നേപ്പാളി ജനത അന്നേ ദിവസം നായകൾക്ക് ആദരവർപ്പിക്കാറുണ്ട്. സായുധ പോലീസ് സേനയിൽ അന്നേ ദിവസം ഗംഭീരമായ പരിപാടികളായിരിക്കും ഉണ്ടാവുക. നായ്ക്കളെ ഇത്രയധികം ആദരിക്കുന്ന മറ്റൊരു രാജ്യം ലോകത്തുണ്ടോ എന്ന് സംശയമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. എത്ര മനോഹരമായ ആഘോഷങ്ങൾ, ആചാരങ്ങൾ. ഇന്ത്യയുമായി ഉടൻ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധത്തെ പ്രശംസിച്ച അദ്ദേഹം മോദിയോട് വലിയ ബഹുമാനമുണ്ടെന്നും പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയിൽ സംസാരിക്കുന്നതിനിടെയാണ് ട്രംപ് ഇന്ത്യയുമായി ഉടൻ വ്യാപാര കരാറിൽ ഒപ്പിടുമെന്ന് പ്രഖ്യാപിച്ചത്. മോദിയോട് വലിയ ബഹുമാനവും സ്നേഹവുമുണ്ടെന്നും ഇന്ത്യയുമായി മികച്ച ബന്ധമാണുള്ളതെന്നും ട്രംപ് പറഞ്ഞു. Prime Minister Modi is the nicest looking guy. He looks like you'd like to have your father. Like he's a killer. He's tough as hell. No, we will fight. I said, whoa, this is the same man that I know. മോദിയുടെ നേതൃപാടവത്തെയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഉയരുന്ന പ്രസക്തിയെയും ട്രംപ് പുകഴ്ത്തി. വ്യവസായ പ്രമുഖരുമായി നടത്തിയ ഉച്ചവിരുന്നിൽ സംസാരിക്കവേ ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിലുള്ള യുദ്ധം ഒഴിവാക്കിയത് താനാണെന്ന് ട്രംപ് വീണ്ടും അവകാശപ്പെടുകയും ചെയ്തു. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ചെമ്മീൻ, വസ്ത്ര കയറ്റുമതി കമ്പനികളുടെ ഓഹരികളിൽ കുതിപ്പുണ്ടായി. സമുദ്രോൽപ്പന്ന കയറ്റുമതി രംഗത്തെ അപെക്സ്, ഫ്രോസൺ ഫുഡ്സ്, കോസ്റ്റൽ കോർപ്പറേഷൻ, അവന്തി ഫീഡ്സ് എന്നിവ 2 മുതൽ 4% വരെ നേട്ടമുണ്ടാക്കി. ഇന്ത്യൻ വസ്ത്ര, സമുദ്രോൽപ്പന്ന കമ്പനികളുടെ മുഖ്യ വിപണിയായിരുന്നു US. അമേരിക്ക ഇന്ത്യക്കുമേൽ 50% തീരുവ ഏർപ്പെടുത്തിയതോടെ US-ലേക്കുള്ള കയറ്റുമതി ഏറെക്കുറെ നിലച്ച മട്ടാണ്. വ്യാപാര ഡീൽ യാഥാർത്ഥ്യമാകുന്നതോടെ തീരുവ 50 നിന്ന് 15 മുതൽ 16% കുറയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, അമൃത TV. വനിതാ ഏകദിന ലോകകപ്പിന്റെ 2ാം സെമി ഇന്ന് നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. ടൂർണമെന്റിൽ തോൽക്കാതെ 13 പോയിന്റോടെ ഒന്നാമതുള്ള ഓസ്ട്രേലിയ ഇന്ത്യക്ക് കനത്ത വെല്ലുവിളിയാകും. മത്സരം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുക. ജയിക്കുന്ന ടീം നവംബർ 2 നടക്കുന്ന ഫൈനൽ സൗത്ത് ആഫ്രിക്കയെ നേരിടും. നവി മുംബൈയിലാണ് ഫൈനൽ. സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിന് ഇന്നിറങ്ങും. രാജസ്ഥാൻ യുണൈറ്റഡ് FC-യുമായിട്ടാണ് മത്സരം. ഇരു ടീമുകളും ആദ്യമായിട്ടാണ് നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. ഇത്തവണ ശക്തരായ താരനിരയോടൊപ്പമാണ് ബ്ലാസ്റ്റേഴ്സ് ബൂട്ടണിയുന്നത്. ബാംബോളിം GMC അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 4:30 മുതലാണ് മത്സരം. പഞ്ചായത്തിന് ഒരു കളിസ്ഥലം എന്ന പദ്ധതിയിൽപ്പെടുത്തി ആധുനിക രീതിയിൽ പണി പൂർത്തീകരിച്ച വെള്ളൂർ ഇറുമ്പയം പെരുന്തട്ട സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 3 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ഫ്ലഡ് ലൈറ്റ് സൗകര്യങ്ങളോടുകൂടിയ ഓപ്പൺ സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം, ഓപ്പൺ ജിം, ഡ്രസ് ചേഞ്ചിംഗ് റൂം, ടോയ്ലറ്റ് ബ്ലോക്ക് എന്നീ സൗകര്യങ്ങളോടെയാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. വൈക്കത്തെ 2ാമത്തെ സർക്കാർ സ്റ്റേഡിയമാണ് ഇത്. ഇതിലൂടെ വൈക്കത്തിന്റെ കായിക മേഖലയ്ക്ക് പുതിയ വേഗം കൈവരിക്കാനാകുമെന്ന് CK ആശ MLA പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ 38 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത ദേവപ്രിയയ്ക്ക് ജന്മനാടായ ഇടുക്കി കാൽവരി മൗണ്ടിൽ സ്വീകരണം നൽകി. ദേവപ്രിയയ്ക്ക് CPM ജില്ലാ കമ്മിറ്റി വെച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങും നടന്നു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗം 100 മീറ്റർ ഓട്ടത്തിൽ 1987 റെക്കോർഡാണ് ദേവപ്രിയ തകർത്തത്. റെക്കോർഡിലേക്ക് ഓടിക്കയറുമ്പോഴും വീടെന്ന സ്വപ്നം ഈ കായിക താരത്തിന് ബാക്കിയായിരുന്നു. തുടർന്നാണ് CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി ദേവപ്രിയയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. കായികമേളയിൽ സുവർണ നേട്ടം കൈവരിച്ച ദേവപ്രിയയ്ക്ക് ജന്മനാടായ കാൽവരി മൗണ്ടിൽ പൗരസ്വീകരണം നൽകി. ദേവപ്രിയയുടെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഓൺലൈനായി നിർവഹിച്ചു. MM മണി MLA വീടിന് തറക്കല്ലിട്ടു. എത്രയും വേഗം വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. പരിമിതികളെ മറികടന്നുകൊണ്ടാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് സ്വർണം കരസ്ഥമാക്കിയിരിക്കുക. അവർക്ക് വീടില്ല എന്നുള്ള ഗദ്ഗതം കോച്ച് ഉൾപ്പെടെ പ്രകടിപ്പിക്കപ്പെടുമ്പോൾ
ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രതിഫലിക്കുന്ന പാർട്ടി എന്ന രൂപത്തിലാണ് CPM ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് ദേവപ്രിയയും കുടുംബവും. ഞാൻ റെക്കോർഡ് എടുത്ത് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു ശിലാസ്ഥാപനം നടത്തി സന്തോഷമായി. 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിക്കുക. വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ DYFI ജില്ലാ കമ്മിറ്റി നൽകും. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. 38-ാം വയസ്സിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി രോഹിത് ശർമ്മ. കരിയറിൽ ആദ്യമായി ICC ഏകദിന റാങ്കിങ്ങിൽ രോഹിത് 1-ാം സ്ഥാനം സ്വന്തമാക്കി. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ പ്രകടനമാണ് രോഹിതിനെ 1-ാം സ്ഥാനത്ത് എത്തിച്ചത്. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് കളത്തിലിറങ്ങിയ രോഹിതിനെ തേടിയെത്തിയത് ചരിത്ര നേട്ടം. ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ താരമായി രോഹിത്. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് രോഹിതിന് ഈ നേട്ടം സമ്മാനിച്ചത്. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ മത്സരത്തിൽ 8 റൺസിന് പുറത്തായെങ്കിലും പിന്നീട് വെടിക്കെട്ട് ബാറ്റിംഗുമായി തിരിച്ചെത്തുകയായിരുന്നു. ഓവലിൽ നടന്ന 2-ാം ഏകദിനത്തിൽ 73 റൺസ് നേടി. പിന്നീട് സിഡ്നിയിൽ 125 പന്തിൽ നിന്ന് 121 റൺസുമായി മിന്നും പ്രകടനം. അങ്ങനെ 781 പോയിന്റുകളുമായി രോഹിത് ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തി. ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ മറികടന്നാണ് രോഹിത് ശർമ്മ 1-ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന 5-ാമത്തെ ഇന്ത്യൻ താരമാണ് രോഹിത്. സച്ചിൻ ടെണ്ടുൽക്കർ, മഹേന്ദ്ര സിംഗ് ധോനി, വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ എന്നിവരാണ് രോഹിതിന് മുൻപ് ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരങ്ങൾ. ശുഭ്മാൻ ഗിൽ 3-ാം സ്ഥാനത്തെത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ഇബ്രാഹിം സർദ്രാനാണ് 2-ാം സ്ഥാനത്തെത്തിയത്. 6-ാം സ്ഥാനത്താണ് വിരാട് കോഹ്ലി. ശ്രേയസ് അയ്യർ 1 സ്ഥാനം മെച്ചപ്പെടുത്തി 9-ാം സ്ഥാനത്തുമെത്തി. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. റിപ്പോർട്ടർ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.